കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 6-ാം വാർഡ് ബാലസദസ്സ് GMLP സ്കൂൾ മഞ്ഞച്ചോലയിൽ വെച്ച് നടന്നു. ബാലസഭ കുട്ടികളും രക്ഷിതാക്കളും ADS കുടുംബശ്രീ അംഗങ്ങളും എല്ലാം പങ്കെടുത്തു. നിധി അയൽക്കൂട്ടമായ നഫീറ ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഒക്ടോബർ 2 ആര് ജനിച്ചത്? ഗാന്ധിജി. ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? പോർബന്ദർ എന്ന സ്ഥലത്താണ് ഗാന്ധിജി ജനിച്ചത്. ഓക്കെ. അതുപോലെ ഗാന്ധിജിന്റെ മുഴുവൻ പേരെന്താ? ഗാന്ധിജി എന്നാണോ? എന്താണ് അറിയോ ആർക്കെങ്കിലും? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മാർക്കരുത് കേട്ടോ, മറക്കൂലല്ലോ. ചെറിയ കുട്ടികൾക്ക് വരെ അറിയണോ? അറിയണ്ടേ? ആരാണ് ഗാന്ധിജി? സാധാരണ വ്യക്തിയാണോ? ആരാണ്? നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടി തന്ന വ്യക്തിയാണ്. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഞാനെന്താ മിക്സ് ചെയ്യോ? നമ്മളെ എല്ലാവരും വന്ന് വെടി വെച്ചൊക്കെ കൊണ്ടുപോകൂലേ? നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്ന ആളാരാണ്? ഗാന്ധിജിന്റെ മുഴുവൻ പേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എവിടെ ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്ദറിലെ. പിന്നെ ഗാന്ധിജിന്റെ എത്രാമത്തെ ജന്മദിനാണ്? 155ാമത്തെ ജന്മദിനാണ്. അറിയോ? നമ്മളൊക്കെ മരിച്ചതിന് ശേഷം നമ്മുടെ ജന്മദിനം ആഘോഷിക്കുമോ? ഇല്ലല്ലോ. അതെന്താണ്? ഗാന്ധിജി അത്രയും മഹാനായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് പോകേട്ടാ. പിന്നെ ഗാന്ധിജി എന്താ ജനിച്ചത്? 1869 ഒക്ടോബർ 2 ജനിച്ചത് കേട്ടോ. അപ്പൊ എന്താണ്? ഒക്ടോബർ 2. അതുകൊണ്ടാണ് എന്ത് ഗാന്ധി ജയന്തി നമ്മള് ആഘോഷിക്കുന്നത്. ഓക്കെ. പിന്നെ ഗാന്ധിജി എങ്ങനെ നമ്മളെ പോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആളായിരുന്നോ? എന്താണ്? സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് നടത്താനായിരുന്നു ആര് ആഗ്രഹിച്ചിരുന്നത്? ഗാന്ധിജി നല്ല വിവരമുള്ള ആളായിരുന്നു. പക്ഷെ ഗാന്ധിജി എപ്പോഴും ഒരു തോട്ടും ഒരു മുണ്ടും മാത്രം ചുറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ട് ചർക്കയിൽ നൂല് കൊണ്ട് കോർത്ത് ഉണ്ടാക്കിയിട്ട് ഡ്രസ്സൊക്കെ തീർന്ന ഒരാളാണ് ഗാന്ധിജിട്ടാ. ഓക്കെ. പിന്നെ ഗാന്ധിജിനെ കുറിച്ച് എന്താ അറിയേണ്ടത്? ഗാന്ധിജിന്റെ കണ്ണട കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എങ്ങനത്തെ നല്ല ഭംഗിയുള്ള ക്ലാസ് ആണോ? ഗാന്ധിജി നല്ല വട്ടക്കണ്ണടൊക്കെ വെച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നല്ല സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഗാന്ധിജിക്ക് ഒരു പേരും കൂടി ഇല്ലേ? എന്താണ്? ബാപ്പുജി. കുട്ടികളൊക്കെ എന്ത് ഇഷ്ടത്തോടെ വിളിച്ചിരുന്നത്? ഗാന്ധിജി അതുപോലെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. ഓരോ ഉമ്മമാരെന്താണ്? ഓരോ അധ്യാപകരാണ് അല്ലേ? നമ്മുടെ ഉമ്മമാരോ അധ്യാപകരൊക്കെ ടീച്ചർമാരാണ്. വീട്ടിൽ പോയാലോ ആരാണ് നമ്മുടെ ടീച്ചർമാര്? ഉമ്മമാരല്ലേ? നമ്മൾ അവരെ ബഹുമാനിക്കണം ഒക്കെ ചെയ്യണ്ടേ? ഓക്കെ. ഇപ്പോഴത്തെ തലമുറ എന്താണ്? ഫോണിലൊക്കെ ആയിട്ട് ഉമ്മമാരോടൊക്കെ വൈക്കൂടുന്ന കുട്ടികളല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പാടുണ്ടോ അധികം? ഇല്ല. അപ്പൊ എന്താ? നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക അല്ല, പഠിക്കാൻ എന്തെങ്കിലും മാത്രം ഫോൺ. അല്ല